ഹായ് നമസ്കാരം. അതായത് ഇന്നത്തെ ഈ ഒരു വീഡിയോ വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ പ്ലാനിനെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം എടുക്കേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടേം പ്ലാൻ എടുക്കുക എന്നുള്ളതാണ്. എന്താണ് ടേം പ്ലാൻ എന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഒരു വ്യക്തി ആരും ആയിക്കോട്ടെ, ആ വ്യക്തിയാണ് ആ വീട്ടിലെ ബ്രെഡ് വിന്നർ, അതായത് ഉള്ളി ഇൻകം സോഴ്സ് എന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു അൺസർട്ടനിറ്റി സംഭവിക്കുകയാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഡെത്ത് തന്നെയാണ്. ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും? നമുക്കറിയാം, ഇന്ന് മിക്കവാറും നമുക്കറിയാവുന്ന എല്ലാ ആൾക്കാരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോൺ, ഇന്ന് വീടായിക്കോട്ടെ അല്ലെങ്കിൽ വാഹനമായിക്കോട്ടെ, ഇതൊക്കെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോൺ എടുത്തിട്ട് തന്നെ ആയിരിക്കും അല്ലേ. അദ്ദേഹത്തിന്റെ വീടിന്റെ EMI ആരടിക്കും? അതേപോലെ വാഹനത്തിന്റെ EMI, കുട്ടികളുടെ ഫീസ്, ദൈനംദിന ചെലവുകൾ, എനിക്ക് അപ്പുറം നമ്മൾ എപ്പോഴും നമ്മുടെ അച്ഛനും അമ്മയോടെ ഒക്കെ പറയാറുണ്ട്, പ്രായമാകുമ്പോഴത്തേക്ക് പൊന്നുകൂടെ നോക്കിക്കൊള്ളാമെന്ന്. അവരെയൊക്കെ ആരും നോക്കും? ഒരു ഭയങ്കര ഒരു അവസ്ഥയിലേക്കായിരിക്കും. ഡെഫിനറ്റ്ലി സപ്പോസ് ഒരു ഡെത്ത് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമോഷണൽ ഫീലിങ്സ് ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അവിടുത്തെ ഇമോഷണൽ നീഡ്സിന് അപ്പുറമായിട്ടും ഫിനാൻഷ്യൽ നീഡ്സ്, അതായത് പിന്നീടുള്ള ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് സൊല്യൂഷനാണ് ടൈം പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. എങ്ങനെയാണ് ടൈം പ്ലാൻ വർക്കൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എക്സാമ്പിൾ ഇപ്പോൾ ഒരു എക്സ് എന്ന് പറഞ്ഞൊരു പേഴ്സൺ അദ്ദേഹത്തിന്റെ ഇൻകം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 60 വയസ്സ് വരെ അയാൾ ജോലി ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ വളരെ ഭംഗിയായിട്ട് ചെയ്യും. കാരണം ആരോഗ്യമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രൊഡക്ടിവിറ്റി ഒക്കെ ഏറ്റവും കൂടുതൽ ടൈമുള്ള ആ സമയങ്ങൾ തന്നെയാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. ആ സമയങ്ങളിൽ എന്തൊക്കെയാണോ പ്ലാൻ ചെയ്യുന്നത്, ഇപ്പം കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആവാം, അവരുടെ ഹയർ മാരേജ് ആകാം, അതോടൊപ്പം തന്നെ പുതിയ വീടാകാം, വാഹനമാകാം, അതേപോലെ തന്നെ ടൂറുകളാകാം, ഇതിന്റെയൊക്കെ ഒരു ആകെത്തുകയുണ്ട്. ആ ആകെത്തുകയാണ് നമ്മൾ ആക്ച്വലി സമ്മേഷേർഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സമ്മേഷേർഡ് എന്ന് പറയുന്നത്. ഇതിന് കുറെ ടെർമിനോളജീസ് ഒക്കെ പറയാറുണ്ട്, ഇതൊക്കെ ഒന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ആ ഒരു എമൗണ്ട് ആ വ്യക്തി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അൺസർട്ടനിറ്റി സംഭവിച്ചു കഴിഞ്ഞാൽ ആ അത്രയും എമൗണ്ട് നോമിനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുകയാണ്. ആ എമൗണ്ട് കൊണ്ട് കുട്ടികളുടെ എഡ്യൂക്കേഷൻ, അവരുടെ മാരേജ്, അതോടൊപ്പം തന്നെ പിന്നെ വീടിന്റെ EMI, അതോടൊപ്പം തന്നെ എന്തൊക്കെയാണോ ലയബിലിറ്റീസ് ഒക്കെ അതൊക്കെ നമുക്ക് കവർ ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും. അതേപോലെ ഒരിക്കലും അവരുടെ ഫാമിലി വഴിയാധാരമാകുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് എടുക്കേണ്ട പ്ലാൻ ഏതെന്ന് വെച്ചാൽ, ഞാനെന്നുള്ളതല്ല, ഏതൊരു ഫിനാൻഷ്യൽ പ്ലാനും പറയുന്നതാണ് ടൈം പ്ലാൻ. ഈ ടൈം പ്ലാനിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്, നമുക്കൊരു ലെഗസി ക്രിയേഷൻ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.